യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. എന്തായാലും പറയുന്നത്, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ, ഏത് കറുത്ത പുതപ്പ് പുതച്ച മനുഷ്യ, ഒരു പച്ച പുതപ്പും പുതച്ച് പർണശാല കെട്ടിക്കോ, നാട്ടുകാരിങ്ങോട്ട് വന്നോളും എന്നാ റസൂലുള്ളാഹിനോട് പറയുന്നത്. അല്ല, ആലസ്യത്തിന്റെ മൂടുപടങ്ങൾ മാറ്റി ആ ഇട്ട പുതപ്പാട് മാറ്റിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലേ. നമ്മുടെ ഏതെങ്കിലും ഒരു തങ്ങൾ ജനങ്ങൾക്കിടയിൽ മാലിഹാദർ റസൂൽ യൗകുലു ത്വആം വയംശീ ഫിൽ അസ്വാഖ്. മാലിഹാദർ റസൂൽ, ഇതെന്തൊരു റസൂലാണ്, യൗകുലു ത്വആം വയംശീ ഫിൽ അസ്വാഖ്. അങ്ങാടിയിലൂടെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, കുളിക്കുന്നു, തിരുമ്പുന്നു, നമസ്കരിക്കുന്നു. പായെടുത്തിട ആയിഷ, ഞാൻ നമസ്കരിക്കട്ടെ, തഹജ്ജുദ് നിസ്കരിക്കുന്നു, കാലിൽ നീര് കെട്ടുമാർ നിസ്കരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അബൂബക്കർ സിദ്ദീഖിനേക്കാളും ഉമർ ബിൻ ഖത്താബിനേക്കാളും ഉസ്മാൻ ബിൻ അഫ്ഫാനേക്കാളും മഹാനായ ഏത് ഔലിയ ഉണ്ട് പ്രിയപ്പെട്ടവരെ? പുതിയ കടപ്പുറത്തിലെ വിശ്വാസികളെ, മുസ്ലിങ്ങളെ, അവരെക്കാൾ മുന്തിയൊരു ഔലിയോ, അവരെക്കാൾ മുന്തിയൊരു ബീവിയോ ബദറിന്റെ രണഭൂമിയിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ച ആ ബദരീങ്ങളോട് വിളിക്കുന്നവരെ, ബദരീങ്ങൾ വിളിച്ചത് പടച്ചവനോടാണ്. ഏതുപോലെ പിലാത്തോസിന്റെ പടയാളികൾ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റാൻ വന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തു ഏതൊരു നാഥനോട് പ്രാർത്ഥിച്ചുവോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട വഴി. ബദർ യുദ്ധത്തിൽ വെച്ച് റസൂലും സഹാബത്തും ഏതൊരു പടച്ചവനോട് ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽബിൻ മിനൽ മലായികതി മുർദിഫീൻ, അവിടെ വെച്ച് അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയപ്പോ വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ ഫത്തഖുല്ലാഹ്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ ഫത്തഖുല്ലാഹ്. സൂറത്തു ആൽ ഇംറാനിലെ 124-ാമത്തെ വചനമാണ്. വലഖദ് നസറക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. 313 പട്ടിണി പാവങ്ങളെ, ആയിരക്കണക്കിന് സർവായുധ വിഭൂഷികളായ സൈന്യങ്ങളെയും കൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അണിനിരന്നപ്പോ 700-ലധികം ഒട്ടകങ്ങളും അതുപോലെ വിഭവങ്ങളും ഒക്കെയായി വന്നപ്പോ ആ ഒട്ടകങ്ങളെയുമായി ആയുധവുമായി അവർ വന്നിട്ട് വലഖദ് നസറക്കുമുല്ലാഹ് ബിബദരിൻ വഅൻതും അദില്ലാ, നിങ്ങൾ ദുർബലരായിരുന്നു, അല്ലാഹ് നിങ്ങളെ സഹായിച്ചു. ആ അല്ലാഹ് മരിച്ചിട്ടില്ല, ഹയ്യുല്ലാ യമൂത്ത്. ആ അല്ലാഹുവിലാണ് ഒരു വിശ്വാസി വരമേൽപ്പിക്കേണ്ടത്. ആ അല്ലാഹുവിലേക്കാണ് ഉമ്മമാരെ, ആ അല്ലാഹുവിലേക്കാണ് എന്റെ പിതാക്കന്മാരെ, ആ അല്ലാഹുവിലേക്കാണ് യുവാക്കളെ മടങ്ങേണ്ടത്. അല്ലാഹുവിനെ അറിയുക യുവാക്കളെ എന്ന വിഷയം ഇതിന്റെ തൊട്ടടുത്ത് വെച്ച് നമ്മൾ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്നത് വെളിച്ചമായവർ, അന്ന് ഹിദായത്തിന് നിമിത്തമായവർ, നമ്മളെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും വെച്ച് പുലർത്തിയവർ ഈ വിഷയത്തിൽ ഒരു ഗൗരവമായ ചിന്ത ചിന്തിക്കട്ടെ. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. അല്ലദീന ആമനൂ, അവർ വിശ്വാസികളാണ്. വകാനൂ യത്തഖൂൻ, അല്ലാഹനെ മാത്രം ആരാധിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന, അല്ലാഹുവിലേക്ക് അടുക്കുന്ന. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയാ. അല്ലാഹുവിന്റെ ഖുർആൻ വായിക്കുകയും ദാനധർമ്മം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരാണ് വിജയിച്ചവർ, അവർക്കാണ് സ്വർഗ്ഗമുള്ളത്. വലാ റബ്ബിഹി യതവക്കലൂൻ, അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. ഇതാണ് യഥാർത്ഥ ഔലിയാക്കൾ.